എങ്ങനെ ഈ അധ്യാപകർക്ക് ഇത്രയും അധപ്പതിക്കാൻ സാധിക്കുന്നത്? ഇത് എന്ത് കണ്ടിട്ടാണ് ഇത്രയും അങ്ങ് അങ്ങ് കേറിപ്പോകുന്നത്? നീയൊക്കെ അനുഭവിക്കാനിരിക്കുള്ളൂ. നിയമത്തിന്റെ കോടതി മാത്രമേ നിനക്കൊക്കെ മാപ്പ് തരുവുള്ളൂ. മറ്റുള്ള ഒരു ദൈവത്തിന്റെ കോടതി എന്ന് പറയുന്ന ഒരിതുണ്ട്. നിന്നെയൊക്കെ ആരാണ് സാറെന്ന് വിളിക്കുന്നത്? എവിടുത്തെ സാറ്? എങ്ങനത്തെ സാറ്? എപ്പോഴാ നീയൊക്കെ സാറായത്? സാറോ? ഇനി മേലാൽ ഇത്തരം കാര്യങ്ങള് റാം മോഹനോടാണ് പറയുന്നത്. നിന്നെയൊക്കെ സാറെന്ന് വിളിക്കാനേ വേറെ ആളെ പിടിക്കണം. നല്ല നല്ല അധ്യാപകർക്ക് അപമാനമായിട്ട് നീയൊക്കെ ജീവിച്ചിരിക്കാൻ പാടില്ല. നീയൊക്കെ പോയി ആത്മഹത്യ ചെയ്യേ. 21 വയസ്സുള്ള ഒരു കുഞ്ഞാണവന്. അവൻ പഠിച്ചു വളരുന്ന ഒരു കുഞ്ഞാണ്. നമുക്കത് പറയാൻ പോലും വിഷമം ഭയങ്കരമായിട്ടുണ്ട്. 21 വയസ്സുള്ള ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും ദുഷ്ടത കാണിക്കാൻ പറ്റി? എന്റെ മനുഷ്യ റാം മോഹൻ, അയ്യടാ, വേറെ ലോകത്തിൽ ഒരിടത്തും അധ്യാപകരില്ല, ലോകത്തിൽ ഒരിടത്തും ഡോക്ടർമാരില്ല, ലോകത്തിൽ ഒരിടത്തും ആദ്യമായിട്ട് പൊട്ടിമുളച്ച ഒരു റാം മോഹൻ. നിങ്ങളുടെ ആ കള്ളക്കാപട്യങ്ങൾ തെളിഞ്ഞു വരുന്നു. 15,000 കൂവ. ഈ 15,000 കൂവ സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ പോലും ഈ പൈസ കൊടുത്ത് രക്ഷിക്കുമല്ലോ ആ കുഞ്ഞിനെ. കണ്ണൂർ ഡെന്തൽ കോളേജിലെ വിദ്യാർത്ഥിയായ ജിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങളാണ് നമ്മൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അധ്യാപകർ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയേറെ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതെല്ലാം പോയിട്ട് ഇപ്പോൾ വളരെ മോശമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അധ്യാപകർ അധപ്പതിച്ചു എന്നുള്ളത് ന്യൂ ജനറേഷനിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? എത്രത്തോളം ആളുകൾക്ക് മോശമായിട്ടുള്ള ഈ പെരുമാറ്റം നിർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇവരെന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ അവൻ വളർന്നു വരുന്ന ഒരു തലമുറയാണ്. അവൻ മറ്റുള്ളവർക്ക് എന്താ പറയുന്നത്, സേവനം അനുഷ്ഠിക്കേണ്ട, ജനങ്ങൾക്കാണെങ്കിലും സർക്കാർക്കാണെങ്കിലും ഒരു സ്ഥാപനത്തിലെ ആൾക്കാർക്കാണെങ്കിലും നാട്ടിലെ എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരു വളരെ ഉപകാരപ്രദമായ, വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, വളരെ മോട്ടിവേഷൻ ചെയ്യുന്ന, വളരെ ജനങ്ങൾക്ക് ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഒരു അപമാനമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന അധ്യാപകർക്കും ഓരോ സ്റ്റാഫുകൾക്കും നമുക്കറിയാം, ഒരു ജോലി കിട്ടുന്നത് എന്ന് പറയുമ്പോൾ വർഷങ്ങളോളം ഉള്ള കഷ്ടപ്പാടിന്റെ ഫലമായിട്ടായിരിക്കും ഒരു ജോലി കിട്ടുന്നത്. ആ ജോലി കിട്ടുന്നത് ദുരുപയോഗം ചെയ്യുകയാണ്. ഇവിടെ നിയമത്തിന്റെ ഒത്താശയും കിട്ടുന്നുണ്ടോ എന്നുള്ളത് പല രീതിയിൽ വിമർശനാത്മകമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. അവരുടെ അച്ഛനമ്മമാര്, അവരുടെ മാതാപിതാക്കളുടെ കരച്ചിൽ നമ്മൾ നിൽക്കുന്നതാണ്. നമ്മൾ കണ്ട കാര്യമാണ്, നേരിട്ട് കണ്ട കാര്യമാണ്. നമുക്കൊക്കെ ആ ഒരു കുട്ടിയുടെ മുഖം കാണുമ്പോൾ നമുക്ക് നെഞ്ചു പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ ഇത് പറയുകയും നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണ്? നമുക്ക് ആ കുട്ടിയെ ഒന്ന് കണ്ടിട്ട് പോലുമില്ല. ഈ ഒരു കാര്യം പറയുമ്പോഴാണ് ആ കുട്ടിയുടെ, അല്ലെങ്കിൽ ആ ഡെന്റൽ കോളേജിന്റെ, കണ്ണൂര് ഒരു മെഡിക്കൽ കോളേജ് എന്താ പറയുന്നത്, ആ സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയും ആ കുട്ടിയെക്കുറിച്ച് അറിയുകയും ചെയ്ത ആ നിമിഷം മുതൽ നമുക്കൊക്കെ എത്രത്തോളം വിഷമം തരുന്ന ഒരു കാര്യമാണ്. എങ്ങനെ ഈ അധ്യാപകർക്ക് ഇത്രയും അധപ്പതിക്കാൻ സാധിക്കുന്നത്? ഇത് എന്ത് കണ്ടിട്ടാണ് ഇത്രയും അങ്ങ് കയറിപ്പോകുന്നത്? ഇതെന്താ ഇത്രയ്ക്കത്രയേ ഉള്ളൂ. ഓരോ ഈ കുട്ടി വളർന്നു വന്ന് മറ്റുള്ള ജനങ്ങൾക്ക് ഒരു പ്രയോജനകരമായിട്ട് വരുവാനായിട്ട്, അല്ലെങ്കിൽ ആ മാതാപിതാക്കൾക്ക് ഒരു മകനുള്ളത് നഷ്ടപ്പെട്ടതിന്റെ ആ വേദന നീയൊക്കെ അനുഭവിക്കാനിരിക്കുള്ളൂ. നിയമത്തിന്റെ കോടതി മാത്രമേ നിനക്കൊക്കെ മാപ്പ് തരുവുള്ളൂ. മറ്റുള്ള ഒരു ദൈവത്തിന്റെ കോടതി എന്ന് പറയുന്ന ഒരിതുണ്ട്. പണ്ടൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, പണ്ടൊക്കെ പിന്നെ ഇപ്പോൾ കൂടെ എന്ന് പറയുന്നത് പോലെ നിന്നെയൊക്കെ ആരാ അധ്യാപകർ എന്ന് വിളിക്കുന്നത്? നിന്നെയൊക്കെ ആരാണ് സാറെന്ന് വിളിക്കുന്നത്? എവിടുത്തെ സാറ്? എങ്ങനത്തെ സാറ്? എപ്പോഴാ നീയൊക്കെ സാറായത്? സാറോ? ഇനി മേലാൽ ഇത്തരം കാര്യങ്ങള് റാം മോഹനോടാണ് പറയുന്നത്. നിന്നെയൊക്കെ സാറെന്ന് വിളിക്കാനേ വേറെ ആളെ പിടിക്കണം. നല്ല നല്ല അധ്യാപകർക്ക് അപമാനമായിട്ട് നീയൊക്കെ ജീവിച്ചിരിക്കാൻ പാടില്ല. നീയൊക്കെ പോയി ആത്മഹത്യ ചെയ്യേ. ആ കുട്ടിയെ 21 വയസ്സായ കുട്ടിയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണം വരുന്നുണ്ട്. ഇവിടത്തൊക്കെ തന്നെ ഉണ്ട് ആൾക്കാര്, ഇവിടൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം. നാട്ടുകാര്, ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കണം. നിങ്ങൾ എല്ലാവരും പ്രതികരിക്കണം. പ്രേക്ഷകരെ, നിങ്ങൾക്കൊക്കെ, നമുക്ക് എല്ലാവർക്കും മക്കളുള്ളതാണ്. ആ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് എങ്ങനെ ഇവനൊക്കെ അധ്യാപകനാണോ? ഇവനൊക്കെ സാറേ എന്ന് ആരാ വിളിക്കുന്നത്? അത് കഴിഞ്ഞ് കുറച്ച് കുട്ടികൾ പറയുന്നത് കേട്ടു, സാറ് രാംമോഹൻ സാറെന്ന്. കുട്ടികളെ, നിങ്ങൾ അന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ആ കുട്ടി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നേന്. ആ കുഞ്ഞിന്റെ ആ ഭാവി, ആ കുഞ്ഞിന്റെ ജീവൻ മറ്റുള്ളവർക്ക് ഇത്രയധികം വേദന സമ്മാനിക്കാനായിട്ട് എങ്ങനെ ഇവനൊക്കെ സാധിക്കുന്നു? ഇവനൊക്കെ സ്കൂളിൽ പോയി പഠിച്ച് ഡോക്ടറായി അല്ലെങ്കിൽ അധ്യാപകനായി എന്നൊക്കെയാണ് പറയുന്നത്. ഇവനെയൊക്കെ ഏത് ആൾക്കാരാണ് ഈ വളർത്തി വിട്ടത്? അവരെ കൂടെ നമുക്ക് കുറ്റം തോന്നുന്നല്ലോ. നല്ല രീതിയിൽ ഒരാളെ നമ്മൾ ഒരു ഡോക്ടറാകുക, അല്ലെങ്കിൽ ഒരു അധ്യാപകനാകുക, അല്ലെങ്കിൽ ഒരു കളക്ടറാകുക, അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആകുക, അതിലപ്പുറം മനുഷ്യത്വത്തോടു കൂടി മനുഷ്യൻ ജീവിക്കണം, മനുഷ്യത്വത്തോടു കൂടി പെരുമാറണം. അതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതാണ്.
എന്തൊക്കെയാണ് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ആ കുഞ്ഞിന്റെ ജീവൻ കളഞ്ഞപ്പോൾ നിനക്കൊക്കെ മതിയായോ? നിനക്കൊക്കെ ഇനി ഈ സന്തോഷമായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റും? ഒരു ദിവസമെങ്കിലും നീ സന്തോഷമായിട്ട് മനസ്സമാധാനമായിട്ട് നീ കിടന്നുറങ്ങും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? രാംമോഹൻ അയ്യടാ, വേറെ ലോകത്തിൽ ഒരിടത്തും അധ്യാപകരില്ല, ലോകത്തിൽ ഒരിടത്തും ഡോക്ടർമാരില്ല, ലോകത്തിൽ ഒരിടത്തും ആദ്യമായിട്ട് പൊട്ടിമുളച്ച ഒരു രാംമോഹൻ. നിനക്കൊക്കെ ദൈവം വെച്ചിട്ട് ദൈവത്തിന്റെ കോടതി അത് അധികം അകലെയല്ല, അധികം ദൂരെയല്ല എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഈ കാപാലികരെ, ഈ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു കാര്യം മെനഞ്ഞെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്താണ്? ഓൺലൈനായിട്ട് ലോൺ എടുത്തിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഈ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള കപട നാട്യങ്ങൾ കൊണ്ടുവരുന്നെന്നുള്ളതും നമുക്ക് കാണാൻ മനസ്സിലാകും. 10,000 രൂപയോ 12,000 രൂപയോ 15,000 രൂപയോ ഒരു കുട്ടി ലോൺ എടുത്താൽ അവനത് അടയ്ക്കാൻ സാധിച്ചില്ല എങ്കിൽ അവനെ ചേർത്ത് നിർത്തുകയല്ലേ വേണ്ടത്? ഇതുപോലെയുള്ള കൊലപാതകങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണോ വേണ്ടത്? ആത്മഹത്യാ പ്രേരണയ്ക്ക് കൂട്ടുനിൽക്കുകയാണോ വേണ്ടത്? അവനെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണോ വേണ്ടത്? അവനെ വിഷമിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? 21 വയസ്സുള്ള ഒരു കുഞ്ഞാണ് അവൻ പഠിച്ചു വളരുന്ന ഒരു കുഞ്ഞാണ്. നമുക്കത് പറയാൻ പോലും വിഷമം ഭയങ്കരമായിട്ടുണ്ട്. 21 വയസ്സുള്ള ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും ദുഷ്ടത കാണിക്കാൻ പറ്റി? എന്റെ മനുഷ്യരെ, നിങ്ങൾ ഇത്ര ക്രൂരത ആ കുട്ടിയോട് കാണിച്ചല്ലോ. ആ കുഞ്ഞിന്റെ ജീവൻ പൊലിഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ കണ്ണുനീരോടെയാണ് കാണുന്നത്. നിങ്ങൾക്കും അത്രയും മനസാക്ഷി ഇല്ലാത്ത ക്രൂരത കാണിച്ച എല്ലാ പ്രതികൾക്കും കൂട്ടുപ്രതികൾക്ക് മുഴുവൻ ഇതിന് സപ്പോർട്ടായിട്ട് നിന്ന, കുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിച്ച, മാനസികമായിട്ട് വിഷമിപ്പിച്ച, സങ്കടപ്പെടുത്തിയ എല്ലാ അധ്യാപകർക്കും അവിടെ ശിക്ഷ കിട്ടണം. ഈ ഓൺലൈനായിട്ട് അവൻ പൈസ എടുത്തെങ്കിൽ 12,000 രൂപ നിങ്ങൾക്ക് ഒരു 2,000 രൂപ എടുത്താലും ആ കുട്ടിയുടെ കടം വീട്ടാമല്ലോ. നിങ്ങൾ ആ കുഞ്ഞിനെ ചേർത്ത് നിർത്തിയോ? നിങ്ങൾ അല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ പൈസ മുടക്കണ്ട. നിങ്ങളെ പോലെയുള്ളവർക്ക് അതിന് സാധിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. നിങ്ങളുടെ മനസ്സത്രയ്ക്ക് നികൃഷ്ടമാണ്. കയ്യിൽ പൈസ ഇല്ലാത്തവർ പോലും ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ നമ്മൾ കൊടുക്കാറുണ്ട്. കയ്യിൽ ഉള്ളതുപോലെ നമ്മൾ കൊടുക്കാറുണ്ട്. ഇത്രയധികം ലക്ഷങ്ങൾ സാലറി മേടിക്കുന്ന നിങ്ങളാണ് ആ കുഞ്ഞിനെ 15,000 രൂപയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആ കള്ളക്കാപട്യങ്ങൾ തെളിഞ്ഞു വരുന്നു. 15,000 കൂവ. ഈ 15,000 കൂവ സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ പോലും ഈ പൈസ കൊടുത്ത് രക്ഷിക്കുമല്ലോ ആ കുഞ്ഞിനെ കൊലപാതകത്തിന് കൊടുക്കുവോ? ആത്മഹത്യ പറഞ്ഞ് അതിനെ വിഷമിപ്പിക്കുവോ? അവനെ സങ്കടപ്പെടുത്തുവോ? നിങ്ങളൊക്കെ ഇനി എന്നാണ് നിങ്ങൾ ഈ പാഠം പഠിക്കുന്നത്? നിങ്ങൾ പഠനം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ പഠിക്കാനിരിക്കുന്നുള്ളൂ. നിങ്ങൾ ഓരോ പാഠവും നിങ്ങൾ ഇനി പഠിക്കും. നിങ്ങൾ